പ്രൈസ് ലോർഡ്. ഗുഡ് മോർണിംഗ്. പ്രഭാത വന്ദനങ്ങൾ. മോർണിംഗ് ഡ്യൂവിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ലോണവാലയ്ക്കപ്പുറം നിൽഷിയിലെ YMCA ക്യാമ്പ് സൈറ്റിൽ നിന്ന് 2-3 ദിവസമായിട്ട് ചർച്ച ഇവിടെയാണ്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് ഫൈനൽ ഡേ ആണ്. ക്യാമ്പിന് വന്നതുകൊണ്ട് രാവിലെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് തന്നെ ഒരു ചെറിയ പ്രഭാത സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ദിവസവും തുടങ്ങുന്നത് തന്നെ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ഇരുള് ഞാൻ അല്പം അണയ്ക്കുന്നുണ്ട്, കാരണം ഇതൊരു ചെറിയ മലമ്പ്രദേശമാണ്. അപ്പം മല താഴത്തെ കോൺഫറൻസ് ഹാളിൽ നിന്ന് സ്റ്റെപ്പ് കയറി വന്നതിൻ്റെ ഒരു അണപ്പാണ്. അപ്പോൾ ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. വെളിച്ചമുണ്ടാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. എവിടെയാണോ ഇരുള് അവിടെ വെളിച്ചമുണ്ടാകട്ടെ. ഇരുളുള്ളിടത്ത് വെളിച്ചം ഉണ്ടാകട്ടെ. ദിവസം ആരംഭിക്കുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന പ്രസ്താവനയോട് കൂടിയാണെങ്കിൽ അല്പം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാണുന്നത് വെളിച്ചത്തെ പിടിച്ചൊതുക്കുവാൻ ഇരുട്ട് ശ്രമിക്കുന്ന കാഴ്ചയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വെളിച്ചവും ഇരുളും തമ്മിലുള്ള ഈ യുദ്ധം, ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൽവറി ക്രൂശിൽ യേശു കർത്താവ് ഇരുളിൻ്റെ ശക്തികളെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇരുട്ടുമായിട്ടുള്ള യുദ്ധം പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, റോമാലേഖനം 16 പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ, അല്ലെങ്കിൽ ഇരുളിൻ്റെ ശക്തിയെ കാഴ്ചയിൽ തകർത്ത് കളവാനിടയായിത്തീരും. ആ യുദ്ധം സഭയിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം 22-ാം അധ്യായം അവിടെ പറയുന്നു, ഇനി കുഞ്ഞാട് അവർക്ക് വെളിച്ചമായിരിക്കും. ഇരുള് ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച്, പ്രത്യാശകരമാകുന്ന ശുഭകരമാകുന്ന ഒരു ഭാവിയെക്കുറിച്ച് പറഞ്ഞ് വേദപുസ്തകത്തിൻ്റെ അവസാന അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നു. തുടങ്ങിയത് ഇരുളുള്ളിടത്ത് വെളിച്ചമുണ്ടാകട്ടെ. വേദപുസ്തകത്തിൻ്റെ അവസാന അധ്യായം വെളിച്ചത്തെക്കുറിച്ച് വളരെ വലിയ പ്രത്യാശ നൽകുന്ന, ഇനി സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ നക്ഷത്രങ്ങളുടെയോ വെളിച്ചം നമുക്ക് വേണ്ടി വരികയില്ല. കുഞ്ഞാട് തന്നെ വെളിച്ചമാകുന്ന, സർവ്വഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് പ്രത്യാശകരമാകുന്ന വചനം പറഞ്ഞുകൊണ്ട് വേദപുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ഇരുളുള്ളിടത്ത് വെളിച്ചമുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഇരുളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധാത്മാവ് വെളിച്ചം പകരുവാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലസ് യു.